Question. Using the principle of mathematical induction, prove that 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2 for all n belongs to n. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നമ്മൾ പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. 1 plus 3 plus 3 square etc. 3 raised to n minus 1 equal to 3 raised to n minus 1 by 2. അപ്പോൾ ഇതിനെ നമുക്ക് P of n. Let P of n such that 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2. ഇനി നമുക്ക് n 1 ആകുമ്പോൾ അല്ലെങ്കിൽ P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. For n is equal to 1, P of 1ൻ്റെ LHS എന്ത് വരും നോക്കുക. P of n-ൽ n ടേംസ് ഉണ്ട്. നോക്കുക 3 ഉള്ള എത്ര ടേംസ് ഉണ്ട്? 3 raised to 1, 3 ഇത് 3 എന്നുള്ള 3 raised to 1 ആയിട്ട് നമുക്ക് വരാം. 3 raised to 1, 3 raised to 2, അങ്ങനെ 3 raised to n minus 1 വരെയുള്ള n minus 1 ടേംസ് 3 ഉള്ളതുണ്ട്. അതുകൂടാതെ ഒരു 1 ഉണ്ട്. അപ്പോൾ n ടേംസ് ആണ് P of n-ലുള്ളത്. P of n-ൻ്റെ LHS-ലുള്ളത്. അപ്പോൾ P of 1ൻ്റെ LHS-ൽ ഒരു ടേമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള സമ്മുകളിൽ ഫസ്റ്റ് ടൈം മാത്രം എടുത്താൽ മതി. LHS ഈക്വൽ ടു 1. ഇനി RHS എന്ത് വരും? RHS ഈക്വൽ ടു RHS-ൽ n പകരം 1 കൊടുക്കുക. 3 raised to 1 minus 1 by 2. 3 raised to 1 3 ആണെന്നറിയാം. 3 minus 1 എത്രയാണ്? 2. ഇപ്പോൾ 2 by 2 ഈക്വൽ ടു 1. അപ്പോൾ LHS ഈക്വൽ ടു RHS ആണ്. Therefore, P of n is true for n is equal to 1. ഇനി നമുക്ക് n k ആകുമ്പോൾ P of n ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് P of n ഈസ് ട്രൂ ഫോർ n is equal to k. ദാറ്റ് ഈസ് P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. ദാറ്റ് ഈസ് അസ്യൂം ദാറ്റ് നമുക്ക് P of k എന്ന് എഴുതി നോക്കാം. P of k such that ഇപ്പം നോക്കുക P of n-ൽ n ടേംസ് ഉണ്ട്. P of k-യിൽ k ടേംസേ ഉള്ളൂ. ദാറ്റ് ഈസ് 1 plus 3 plus 3 square plus etc. plus 3 raised to k minus 1 വരെയുള്ള ടേംസ്. 1 plus 3 plus 3 square plus etc. plus 3 raised to k minus 1 equal to 3 raised to k minus 1 by 2 is true എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? n k+1 ആകുമ്പോൾ അല്ലെങ്കിൽ P of k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് നമുക്ക് P of k+1 ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of k+1. ഇനി P of k+1 എന്താണ്? 1 plus 3 plus 3 square plus etc. plus 3 raised to k minus 1 plus ഇത് P of k-യിൽ LHS-ൽ ഇത്രയും ടേംസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു ടേം കൂടെ വരും. അപ്പോൾ 3 raised to k plus 1 minus 1 വരും. ഓർക്കുക P of n-ൽ 3 raised to n minus 1 ആണ് ലാസ്റ്റ് ടൈം. അപ്പോൾ P of k+1-ൽ ലാസ്റ്റ് ടൈം 3 raised to k plus 1 minus 1 ഈക്വൽ ടു ദെൻ P of n-ൻ്റെ RHS നോക്കുക 3 raised to n minus 1 by 2. അപ്പോൾ ഇവിടെ P of k+1-ൽ 3 raised to k plus 1 minus 1 by 2 ഈസ് ട്രൂ. അപ്പോൾ ഇത് ട്രൂ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ LHS നമുക്ക് എടുത്ത് നോക്കാം. LHS ഈക്വൽ ടു 1 plus 3 plus 3 square plus etc. plus 3 raised to k minus 1 പ്ലസ് ഇവിടെ k+1 minus 1 എന്നുള്ളത് 3 raised to k എന്ന് നമുക്ക് എഴുതാം. 3 raised to k ഈക്വൽ ടു നോക്കുക ഇതിൻ്റെ ഇത്രയും ഭാഗം നോക്കി 1 plus 3 plus 3 square plus etc. 3 raised to k minus 1 ഇത് P of k-യുടെ LHS അല്ലേ. അപ്പോൾ P of k ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഈ LHS ഈ സമ്മിന് പകരം നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അതിൻ്റെ RHS ആയ 3 raised to k minus 1 by 2 കൊടുക്കാം. ഈ സമ്മിന് പകരം ഈ എക്സ്പ്രഷൻ കൊടുക്കാം. 3 raised to k minus 1 by 2. That is 3 raised to k minus 1 by 2 plus 3 raised to k.
ഇനി ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും വേണം. ദാറ്റ് ഈസ് 3k - 1/2 പ്ലസ് 2 × 3k -2. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. ദെൻ ദിസ് ഈക്വൽ ടു 3k - 1 പ്ലസ് 2 × 3k/2. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് ഈ 3k വരുന്ന ടേംസ് ഒരുമിച്ച് എഴുതാം. 3k പ്ലസ് 2 × 3k ഡോട്ട് സൂചിപ്പിക്കുന്ന ഇൻറ്റുവിനെയാണ് -1/2. ഇനി നോക്കുക, ഈ രണ്ട് ടേംസിലും 3k ഉണ്ട്. കോമൺ ആയിട്ട് എടുക്കാമല്ലോ. ദാറ്റ് ഈസ് 3k × 1 + 2 - 1/2. ദാറ്റ്സ് ഈക്വൽ ടു 3k × 1 + 2 3 അല്ലേ, 3 - 1/2. ഇനി 3k 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇവിടെ k ടൈംസ് k തവണ 3 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ് 3k എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ വരും. അപ്പോൾ k + 1 ടൈംസ് ആയിരിക്കും മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 3k + 1 - 1/2. നോക്കുക, ഇതല്ലേ നമുക്ക് വേണ്ടിയിരുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിന് RHS കിട്ടിക്കഴിഞ്ഞു. ഈക്വൽ ടു RHS. Therefore P of k + 1 ഈസ് ട്രൂ. അപ്പോൾ P of 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് P of k + 1 ട്രൂ ആണെന്നും പ്രൂവ് ചെയ്തു. Then by mathematical induction, by principle of mathematical induction, P of n is true for all n belongs to n. ഓർക്കുക, 1ന് ട്രൂ ആണ്. ഇനി കെയ്ക്ക് ട്രൂ ആണെങ്കിൽ k + 1നും ട്രൂ ആണ്. അപ്പോൾ 1ന് ട്രൂ ആയതുകൊണ്ട് കെയുടെ വാല്യൂ 1 ആകുകയാണെങ്കിൽ k + 1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ 1ന് ട്രൂ ആയതുകൊണ്ട് 2ന് ട്രൂ ആയിരിക്കും. ഇനി 2ന് ട്രൂ ആയതുകൊണ്ട് 3ക്ക് ട്രൂ ആയിരിക്കും. അങ്ങനെ ഏത് നാച്ചുറൽ നമ്പറിനും ഇത് ട്രൂ ആവും. ഓക്കെ. Question 2. Using the principle of mathematical induction, prove that 1³ + 2³ + 3³ + etc. + n³ equal to n × n + 1/2 the whole square for all n belongs to n. അപ്പോൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n × n + 1/2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ, ഈ ഇക്വേഷനെ നമുക്ക് P of n എടുക്കാം. പ്രൂഫ്. ലെറ്റ് P of n that 1³ + 2³ + etc. + n³ equal to n × n + 1/2 the whole square. ഇനി നമുക്ക് P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. For n is equal to 1. n 1 ആകുമ്പോൾ P of 1-ൽ LHS എന്ത് വരും? P of n എന്ന് പറഞ്ഞാൽ 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ ക്യൂബ്സിൻ്റെ സമ്മ്. അപ്പോൾ P of 1-ൽ 1 മുതൽ 1 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ്സിൻ്റെ സമ്മ്, അതായത് 1ൻ്റെ ക്യൂബ് മാത്രം, 1³ ഈക്വൽ ടു 1. ഇനി P of 2 ആണെങ്കിൽ 1 മുതൽ 2 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ്സിൻ്റെ സമ്മ്, അതായത് 1³ + 2³ ആ രൂപത്തിലായിരിക്കും വരിക. ഓർത്തിരിക്കുക. ഇനി ഇവിടെ RHS എന്ത് വരും? RHSൽ n-ന് പകരം 1 കൊടുത്താൽ മതി. അപ്പോൾ 1 × 1 + 1/2 ദി ഹോൾ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു, ബ്രാക്കറ്റിൽ ഉള്ളിലുള്ളത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 1 × 1 + 1 2, 2/2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. 2/2 ക്യാൻസലായി പോയിട്ട് 1 വരും. ദാറ്റ് ഈസ് 1² ഈക്വൽ ടു 1 എന്ന് തന്നെ കിട്ടും. അപ്പോൾ LHS ഈക്വൽ ടു RHS. Therefore P of n is true for n is equal to 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? n equal to k ആകുമ്പോൾ P of n ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. Assume that P of n is true for n is equal to k. That is, assume that P of k എന്താണ്? P of k 1³ + P of k അപ്പം 1 മുതൽ k വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ സം ആയിരിക്കും. 1³ + 2³ + etc. + k³
ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്നിന് പകരം കെ കൊടുത്താൽ മതി. കെ ഇൻറ്റു കെ പ്ലസ് 1/2 ദി ഹോൾ സ്ക്വയർ ഈസ് ട്രൂ. അപ്പോൾ ഇതാണ് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യുന്നത്. നമുക്കിനി ചെയ്യേണ്ടത് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 എന്ന് എഴുതി നോക്കാം. ദാറ്റ് ഈസ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ് പ്ലസ് ഇത് പി ഓഫ് കെയുടെ LHS ആയി. ഇനി അതിൻ്റെ കൂടെ ഒരു ടേം കൂടെ വരും, അതായത് കെ പ്ലസ് 1 ക്യൂബ് ഈക്വൽ ടു, ഇവിടെ നോക്കുക 1 മുതൽ കെ പ്ലസ് 1 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ്സിൻ്റെ സമ്മാണ്. അപ്പോൾ ഈ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുക്കണം. ഇവിടെ n വരുന്നിടത്തെല്ലാം കെ പ്ലസ് 1 കൊടുക്കുക. ദാറ്റ് ഈസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1/2 ദി ഹോൾ സ്ക്വയർ ഈസ് ട്രൂ. ഇത് ട്രൂ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് പി ഓഫ് കെ പ്ലസ് 1 സെസ് ദാറ്റ്. ഇതൊന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, കാരണം നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഈ റൈറ്റ് സൈഡ് നോക്കുക, അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൃത്യമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് RHS കിട്ടേണ്ടത് എന്താണെന്നുള്ളത് ഒരു ലക്ഷ്യം ഉണ്ടാവും. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ് പ്ലസ് കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു നോക്കുക കെ പ്ലസ് 1 പ്ലസ് 1, അതായത് കെ പ്ലസ് 2 വരും. കെ പ്ലസ് 2/2 ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ LHS നമുക്ക് എടുക്കാം. LHS ഈക്വൽ ടു 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ് പ്ലസ് കെ പ്ലസ് 1 ക്യൂബ് ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇത്രയും ഭാഗം നോക്കുക, ഇത് പി ഓഫ് കെയുടെ LHS ആണ്. പി ഓഫ് കെ ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബിന് പകരം നമുക്ക് ഈ എക്സ്പ്രഷൻ കൊടുക്കാം. കെ ഇൻറ്റു കെ പ്ലസ് 1/2 ദി ഹോൾ സ്ക്വയറിന് കൊടുക്കാം. കെ ഇൻറ്റു കെ പ്ലസ് 1/2 ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒരു ടേമും കൂടെ കെ പ്ലസ് 1 ക്യൂബ് ഈക്വൽ ടു സ്ക്വയർ ചെയ്യാം. ദാറ്റ് ഈസ് കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ, ഓരോ ടേമിനും സ്ക്വയർ ചെയ്യുന്നു, ബൈ 4 പ്ലസ് കെ പ്ലസ് 1 ഹോൾ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ. ഇനി ഡിനോമിനേറ്റർ സെയിം ആക്കിയാലേ നമുക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ ചെയ്യാം. കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 4 പ്ലസ് കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ഇൻറ്റു 4/4. അപ്പോൾ നമുക്ക് അവസാനം കിട്ടേണ്ടത് നോക്കുക, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2/2 ദി ഹോൾ സ്ക്വയർ എന്നാണ്. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് ബൈ 2 സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് നോക്കുക, ഇവിടെ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ, ഇവിടെ കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ഉണ്ട്. അതുകൊണ്ട് ഈ ഹോൾ ക്യൂബിൽ നിന്നും കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും കെ പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ നമുക്ക് പുറത്തെടുക്കാം. അതുകൊണ്ട് ബൈ 4 മാറ്റിയെടുക്കാം. ദാറ്റ് ഈസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 4 ഇൻറ്റു ഇവിടെ പിന്നെ കെ സ്ക്വയർ മാത്രമേ ഉള്ളൂ. കെ സ്ക്വയർ പ്ലസ് ഇവിടുത്തെയും ഡിനോമിനേറ്ററിലെ 4 പുറത്ത് വന്നു, കോമൺ ആയിട്ട് വന്നു. ദെൻ ഇവിടെ ഒരു കെ പ്ലസ് 1 ഉണ്ട്, ഒരു 4 ഉണ്ട്. 4 ഇൻറ്റു കെ പ്ലസ് 1. ദാറ്റ്സ് ഈക്വൽ ടു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 4 ഇൻറ്റു ഇതും സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ കെ സ്ക്വയർ പ്ലസ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4k പ്ലസ് 4 എന്ന് വരും. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് നോക്കുക, ഇത് കെ പ്ലസ് 2ൻ്റെ ഹോൾ സ്ക്വയർ ആണല്ലോ. കെ പ്ലസ് 2ൻ്റെ ഹോൾ സ്ക്വയർ ആണ്. കാരണം നോക്കുക, കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെക്കുക, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ കെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു കെ ഇൻറ്റു 2 ദാറ്റ് ഈസ് 4k പ്ലസ് 2 സ്ക്വയർ 4. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ കൊടുക്കാം. കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 4
ഇൻറ്റു കെ പ്ലസ് ടു ഹോൾ സ്ക്വയർ. ദെൻ ഇതെല്ലാം സ്ക്വയർ ടേംസ് ആണല്ലോ. 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ, ബാക്കി കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ, കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് സ്ക്വയർ ഒന്നിച്ച് പുറത്ത് എഴുതാമല്ലോ. ദാറ്റ് ഈസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായില്ലേ, പി ഓഫ് കെ പ്ലസ് 1ൻ്റെ RHS ആയി കഴിഞ്ഞു. ദാറ്റ്സ് ഈക്വൽ ടു RHS. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി. ദെയർഫോർ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഇനി പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആയ പി ഓഫ് 1 ട്രൂ ആണ്, പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ എന്ന് നമുക്ക് എഴുതാം. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P of n is true for all n belongs to n. Okay. Next question. Using the principle of mathematical induction, prove that 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. plus 1 by 1 plus 2 plus 3 plus etc. plus n equal to 2n by n plus 1 for all n belongs to n. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് എൻ ഈക്വൽ ടു 2n ബൈ n പ്ലസ് 1. അപ്പോൾ അതിനെ നമ്മൾ പി ഓഫ് എൻ എഴുതുന്നു. പ്രൂഫ്. ലെറ്റ് പി ഓഫ് എൻ ഇസ് ദാറ്റ് 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 3 plus etc. plus 1 by 1 plus 2 plus 3 plus etc. plus n equal to 2n by n plus 1. ഇനി നമുക്ക് പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫോർ n is equal to 1. പി ഓഫ് 1, ഈ പി ഓഫ് 1ൻ്റെ LHS നോക്കുക. ഇതൊരു കുറേ ടേംസിൻ്റെ സമ്മായിട്ടാണ് വന്നിരിക്കുന്നത്. പി ഓഫ് 1ൽ n ടേംസ് ഉണ്ട്, n ടേംസിൻ്റെ സമ്മായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് 1 ഫസ്റ്റ് ടൈം മാത്രം എടുക്കുക. LHS ഈക്വൽ ടു 1. RHS ഈക്വൽ ടു RHS എന്ത് വരും? ഇവിടെ n-ന് പകരം 1 കൊടുക്കുക. 2 into 1 by 1 plus 1 ദാറ്റ്സ് 2 by 2 ഈക്വൽ ടു 1. അപ്പോൾ LHSും RHSും സെയിം ആണ്. Therefore P of 1 is true. P of 1 true ആണ്. ഇനി n equal to k ആകുമ്പോൾ P of n true ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. Assume that P of n is true for n equal to k, where k belongs to n. K is a natural number. ഇനി that is assume that, അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? പി ഓഫ് കെ എങ്ങനെ വരും? 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ്, ഇത് ഒരു പാറ്റേണിലാണ് ഈ ടേംസ് പോകുന്നത്. അപ്പം നമുക്ക് കേത്ത് ടേം അങ്ങനെ എഴുതാം. 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് കെ. നോക്കുക, സെക്കൻഡ് ടൈമിൽ 1 പ്ലസ് 2, തേർഡ് ടൈമിൽ 1 പ്ലസ് 2 പ്ലസ് 3, അങ്ങനെ പോകുമ്പോൾ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് കെ ആയിരിക്കും കേത്ത് ടൈം. ഈക്വൽ ടു, ഇപ്പോൾ പി ഓഫ് കെ ട്രൂ ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ n-ന് പകരം കെ കൊടുക്കുക. 2k ബൈ കെ പ്ലസ് 1 ഈസ് ട്രൂ. ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. We have to prove that P of k plus 1, P of k plus 1 എന്ന് എഴുതി നോക്കാം. P of k plus 1 അങ്ങനെ വരും? 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 3
പ്ലസ് എക്സെട്ര പ്ലസ് നമുക്ക് ഈ kth ടേം എഴുതിയതിന് ശേഷം k പ്ലസ് 1th ടേം എഴുതാം. 1/1 + 2 + 3 പ്ലസ് എക്സെട്ര പ്ലസ് k. ഈ kth ടേം എഴുതുന്നത് നമുക്ക് ഈ ഇക്വേഷൻ ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് kth ടേം എഴുതുന്നത്. പ്ലസ് 1/k പ്ലസ് 1th ടേം എന്ത് വരും? 1 + 2 + 3 പ്ലസ് എക്സെട്ര പ്ലസ് k പ്ലസ് 1 വരെ. k പ്ലസ് 1 ഈക്വൽ ടു ഇതെന്താണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് RHS 2n/n+1 ആണ്. അപ്പോൾ ഇവിടെ എന്നിന് പകരം k പ്ലസ് 1 കൊടുക്കുക. 2 × k പ്ലസ് 1 ബൈ k പ്ലസ് 1 പ്ലസ് 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈസ് ട്രൂ. ഇത് ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് we have to prove that p of k plus 1 such that 1 plus 1/1 plus 2 plus 1/1 plus 2 plus 3 plus etc plus 1/1 plus 2 plus 3 plus etc plus k plus 1/1 plus 2 plus 3 plus etc plus k plus 1 equal to നോക്കുക. ന്യൂമറേറ്റർ 2 × k plus 1 ഡിനോമിനേറ്റർ k plus 1 plus 1 ആണ്. നമുക്ക് k plus 2 എന്ന് എഴുതാം. k plus 2 ഈസ് ട്രൂ. അപ്പോൾ ഇത് ട്രൂ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് ഇതിൻ്റെ LHS എടുത്ത് നോക്കാം. LHS ഈക്വൽ ടു 1 plus 1/1 plus 2 plus 1/1 plus 2 plus 3 plus etc plus 1/1 plus 2 plus etc plus k plus 1/1 plus 2 plus etc plus k plus 1. That's equal to ഇനി ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് കെയിൽ ഉൾപ്പെട്ടതാണ്. പി ഓഫ് കെ ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മിന് പകരം നമുക്ക് 2k/k plus 1 കൊടുക്കാം. അപ്പോൾ ഈ സമ്മിന് പകരം നമുക്ക് 2k/k plus 1 2k/k plus 1 പ്ലസ് 1/1 plus 2 plus etc plus k plus 1. ഇനി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്കിവിടെ സിംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് 2k/k plus 1 പ്ലസ് 1 നോക്കുക. k ഒരു നാച്ചുറൽ നമ്പറാണ്, k plus 1 ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ 1 മുതൽ k plus 1 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണിത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 + 2 പ്ലസ് എക്സെട്ര പ്ലസ് n 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മം എന്ന് പറയുന്നത് ഈക്വൽ ടു n × n+1/2 ആണ്. അപ്പോൾ അതിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ k plus 1 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മം എന്ന് പറയുന്നത് k plus 1 × k plus 1 plus 1 ദാറ്റ് ഈസ് k plus 2/2 എന്ന് വരും. ദാറ്റ് ഈസ് ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2/k plus 1 × k plus 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2k/k plus 1 പ്ലസ് 2/k plus 1 × k plus 2 എന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കുക, ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതായത് k plus 2 കൊണ്ട് ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു 2k × k plus 2/k plus 1 × k plus 2 പ്ലസ് 2/k plus 1 × k plus 2. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇപ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതിയല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു ഇനി 2k കൊണ്ട് നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2k² പ്ലസ് 2k × 2 4k പ്ലസ് 2/k plus 1 × k plus 2. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ ന്യൂമറേറ്ററിൽ 2 കോമൺ ആണ്. അപ്പോൾ നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കാം. 2 × k² പ്ലസ് 2k plus 1/k plus 1 × k plus 2. ദാറ്റ്സ് ഈക്വൽ ടു 2 × k² പ്ലസ് 2k plus 1 എന്ന് പറഞ്ഞാൽ k plus 1 ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് k plus 1 ഹോൾ സ്ക്വയർ ബൈ k plus 1 ×
k plus 2. That's equal to, ഇവിടെ ന്യൂമറേറ്ററിൽ k plus 1 ഇൻറ്റു k plus 1 ആണ് k plus 1 ഹോൾ സ്ക്വയർ ആക്കിയേക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു k plus 1ഉം താഴത്തെ k plus 1ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. പോയിട്ട് 2 ഇൻറ്റു k plus 1 ബൈ k plus 2 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു k plus 1 ബൈ k plus 1 പ്ലസ് 1 എന്ന് നമുക്ക് വേണം എഴുതാം. ഈക്വൽ ടു RHS ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. 2n ബൈ n പ്ലസ് 1 എന്നുള്ള രൂപത്തിലേക്ക് കിട്ടണം. ഇപ്പോൾ 2 ഇൻറ്റു k plus 1 ബൈ k plus 1 പ്ലസ് 1 എഴുതി RHS. അപ്പോൾ P of k plus 1 ട്രൂ ആയി. Therefore, by principle of mathematical induction, P of n is true for all n belongs to n. Okay.